രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അഷ്ടപതിയാണ്, 106ാമത്തെ എപ്പിസോഡാണ്, 19ാമത്തെ അധ്യായമാണ്, വന്ദന ശ്ലോകമാണ്. ഇതിനു മുമ്പുള്ളത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിലുണ്ട്, പ്ലേലിസ്റ്റിൽ നിന്ന് കാണാം. സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട്. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിക്ക് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കാമുകിയും ഹ്ലാദിനി ശക്തിയുമായ രാധയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ചുകൾ നടത്തി അവതരിപ്പിക്കുകയാണ്, നിങ്ങൾ കേൾക്കുക. അതേ കണക്ക് ബുധനാഴ്ചയാണ് മരണത്തെക്കുറിച്ച് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം കഠോപനിഷത്ത്, അത് പഠിപ്പിക്കുകയാണ്. വ്യാഴാഴ്ച അഷ്ടപതി, വെള്ളിയാഴ്ച മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ധമ്മപദത്തിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. അതുകൂടാതെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്, അതിൻ്റെ വീഡിയോ കേൾക്കുക. എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കണമെന്നുള്ളവർക്ക് കൊല്ലത്ത് വരാം. നിങ്ങൾക്ക് താമസ സൗകര്യങ്ങളെല്ലാം ഉണ്ട്, പുരുഷനും സ്ത്രീക്കും താമസ സൗകര്യമുണ്ട്. എൻ്റെ കോഴ്സ് 30 ദിവസത്തിനുള്ളിൽ ഇംഗ്ലീഷ് സംസാരിക്കും, ഇല്ലെങ്കിൽ ഫീസ് തിരിച്ചു കൊടുക്കുമെന്നാണ്. അസ്ട്രോളജി, ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം കൊടുത്തിട്ടുണ്ട്, കേൾക്കുക. ജ്യോതിഷപരമായ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, തികച്ചും സൗജന്യമായിരിക്കും. അതേപോലെ തന്നെ ഇതിനകത്ത് അഷ്ടാവക്ര ഗീതയുണ്ട്, നിങ്ങൾ പ്ലേലിസ്റ്റ് എടുക്കുമ്പോൾ അത് നിങ്ങൾ കേൾക്കുക. ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഉണ്ട്, പിന്നെ നിരവധി ഷോർട്സ് വീഡിയോസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ കാണുക. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാരി രാധാ റാണി കി ജയ്. എൻ്റെ മാതാവ് രാധാ റാണി കി ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാ റാണി അമ്മ കി ജയ്.
അപ്പം ശ്രദ്ധിച്ചു കേൾക്കുക. ഞാൻ രാധിക കവചമുണ്ട്, അത് രണ്ടുണ്ട്, അത് രണ്ടും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് കൂടാതെ കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്. അതും കൂടാതെ രാധാ സഹസ്രനാമമുണ്ട്, വരികൾ എഴുതിയതുമുണ്ട്, ഇല്ലാത്തതുമുണ്ട്. നമ്മുടെ കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്, നിങ്ങളത് കേൾക്കണം. പിന്നെ കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായ എന്നുള്ള വീഡിയോ ഉണ്ട്, നിശ്ചയമായിട്ടും നിങ്ങളത് കേട്ടിരിക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ശ്ലോകം പാടിത്തരുന്നത് നിങ്ങൾക്ക് സുപരിചിതയായി മാറിയ കൃഷ്ണനും രാധാറാണിക്കും പ്രിയപ്പെട്ട, അതായത് രാധാ സഹസ്രനാമവും രാധാ കവചവും എല്ലാം പാടാനുള്ള അവസരം ലഭിച്ച കൃഷ്ണപ്രിയ, നമ്മുടെ പ്രിയങ്കരിയായ രാധേ രാധേ ചാനലിന്റെ പ്രിയങ്കരിയായ കൃഷ്ണപ്രിയ പാടുകയാണ്. കേട്ടുകൊള്ളൂ. ബന്ധോഗത്യുതിബാന്ധവോയമധര സ്നിഗ്ധാ മധുകച്ഛവിർ ഗണ്ഡേ ചണ്ഡീ ചകാസ്തി നീലനളിന ശ്രീമോചനം ലോചനം നാസാന്വേദി തിലപ്രസൂന പദവീം കുന്ദാഭദന്തി പ്രിയേ പ്രായസ്ത്വന്മുഖസേവയാ വിജയതേ വിശ്വം സപുഷ്പായുധ. രാധേ രാധേ. അഷ്ടപദിയിലൂടെ രാധാകൃഷ്ണ പ്രണയത്തിൻ്റെ അതിപാവനവും പവിത്രവുമായ പ്രണയബന്ധത്തെ മനസ്സിലാക്കാനും ആ രാധാകൃഷ്ണ പ്രേമത്തെ ഉൾക്കൊള്ളാനും അതിൻ്റെ ആ സ്വാദ് ആസ്വദിക്കാനും ഒക്കെ കഴിഞ്ഞത് സാറിൻ്റെ ഈ അഷ്ടപദിയുടെ ആ വിവരണം ഉണ്ടല്ലോ സാറേ, അത് സാറ് പറഞ്ഞു തരുന്ന, കീറി മുറിച്ച് പറഞ്ഞു തരുന്ന ആ ഓരോ അർത്ഥങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ ഭഗവാനെ എന്തോ ഒരു സന്തോഷമെന്നറിയാമോ സാറേ. ഈ അഷ്ടപതി കേട്ടതിലാണ് ഒരുപാട് രാധാകൃഷ്ണ പ്രണയം എന്താണെന്ന് മനസ്സിലായത്. ആ രാധാകൃഷ്ണൻ എന്താണെന്ന് അറിയാൻ കഴിഞ്ഞത് ഈ അഷ്ടപതിയിലൂടെയാണ്. ഈ അഷ്ടപതി അത്രത്തോളം രുചികരമാണ്. അഷ്ടപതിയെ പറ്റി പറയാൻ വാക്കുകളില്ല. എന്തിനേക്കാളും ഏതിനേക്കാളും പവിത്രവും പാവനവുമായ ഒരേ ഒരു പുസ്തകം, അത് ഒരേ ഒരു ഗീതം, അത് ഗീതാഗോവിന്ദമായ ഈ അഷ്ടപതി മാത്രമാണ്. അത് കേൾക്കാൻ കഴിഞ്ഞത് ഏതോ മുജ്ജന്മത്തിൽ എപ്പോഴോ ചെയ്ത ഒരു സുഹൃതം കൊണ്ട് അത് അഷ്ടപതി കേൾക്കാനും സാറിൽ നിന്ന് തന്നെ അത് അറിയാനും ആ രാധാഭക്തനായ സാറിൽ നിന്ന് തന്നെ ഞങ്ങൾക്കത് കേൾക്കാനും കഴിഞ്ഞത് അതീവ സന്തോഷവും രാധാകൃഷ്ണ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇനിയും സാറിന് രാധാകൃഷ്ണന്മാരെ പറ്റി ഓരോന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ രാധാറാണി കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ. ജയ ജയ ശ്രീ രാധേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അപ്പോൾ നമ്മുടെ കൃഷ്ണപ്രിയ അതിമനോഹരമായി അത് പാടിത്തന്നത് നിങ്ങൾ കേട്ടല്ലോ. ഇനി നമുക്ക് ശ്ലോകത്തിലേക്ക് വരാം. ബന്ധൂക ദ്യുതി ബാന്ധവോയ മധര സ്നിഗ്ധ മധു കച്ഛവിർ ഗണ്ഡഛണ്ഡി ചകാസ്തി നീല നളിന ശ്രീമോചനം ലോചനം നാസ്വാന്നേതി തിലപ്രസൂന പദവീം കുന്ധാപദന്തി പ്രിയേ പ്രായസ്ത്വന്മുഖ സേവയാ വിജയതേ വിശ്വംസ പുഷ്പായുധ. അർത്ഥം ബന്ധൂക, ചുവന്ന ചെമ്പരത്തിപ്പൂ. ദ്യുതി അർത്ഥം ശോഭ, ദ്യുതി ശോഭ. ബാന്ധവോയ അർത്ഥം ബന്ധുക്കൾ എന്നാണ് അർത്ഥം, ബന്ധുക്കൾ. അധരം ചുണ്ട്. സ്നിഗ്ധ അതിന് രണ്ടർത്ഥമുണ്ട്, ഒന്ന് ഭംഗി, മറ്റൊന്ന് മൃദുവായ. ഭംഗി മൃദുവായ. മധൂകം അതൊരു പുഷ്പമാണ്, നമ്മൾ ഇരിപ്പപ്പൂ എന്ന് പറയും, അതേയുള്ള ഒരു പൂവിൻ്റെ പേരാണ്. ചവിർ അർത്ഥം ഭംഗി. ഗണ്ഡചണ്ഡി അർത്ഥം രണ്ട് കവിളുകളും. ഗണ്ഡചണ്ഡി രണ്ട് കവിളുകളും. ചകാസ്തി അർത്ഥം പ്രകാശിക്കുന്നു. നീലനളിനം അർത്ഥം നീലത്താമര. ശ്രീമോചനം അർത്ഥം അതിശയിക്കുന്നത്. ലോചനം കണ്ണ്. നാസ മൂക്ക്. തിലപ്രസൂനം അർത്ഥം എള്ളിൻ പൂവ്. കുന്താവ മുല്ലമൊട്ടിൻ്റെ ശോഭയുള്ള. കുന്ത മുല്ലമൊട്ട്, ആഭ ശോഭ. ദന്തി പല്ലോടു കൂടിയവൾ. പ്രായ മിക്കവാറും. ത്വം നിന്റെ. ത്വന്മുഖ സേവയ
നിന്റെ മുഖത്തിൻ്റെ ഭംഗിയാലാണ്. വിശ്വംസ ലോകത്തെ ജയിക്കുന്നത്. പുഷ്പായുധ അർത്ഥം കാമദേവൻ. ഇനി നമുക്ക് നോക്കേ ഇതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം. അല്ലയോ അത്യധികം കോപശാലിയായ രാധേ, നിന്റെ ചുണ്ടുകൾ ചെമ്പരത്തിപ്പൂവിനേക്കാൾ ഭംഗിയുള്ളതാണ്. നിന്റെ 2 കവിൾത്തടങ്ങളും ഇരിപ്പപ്പൂവിൻ്റെ ശോഭയുള്ളതാണ്. നിന്റെ കണ്ണ് നീലത്താമര ഇതളിനെ അതിശയിപ്പിക്കുന്നത്ര ഭംഗിയുള്ളതാണ് നിന്റെ കണ്ണുകള്. നിന്റെ മൂക്കാകട്ടെ എള്ളിൻ പൂവിനെ പോലെ മനോഹരമാണ്. മുല്ലമൊട്ടിന് തുല്യമായ ശോഭയാണ് നിന്റെ പല്ലുകൾക്ക്. അല്ലയോ പ്രിയതമേ, നിന്റെ മുഖത്തിൻ്റെ ഭംഗി കൊണ്ടാണ് കാമദേവൻ ഈ ലോകത്തെ മുഴുവനും ജയിക്കുന്നത്. അതായത് കൃഷ്ണൻ രാധാജിയുടെ കോപത്തെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി രാധാജിയെ പ്രശംസ കൊണ്ട് മൂടുകയാണ്. എന്നിട്ട് രാധാജിയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുകയാണ് കൃഷ്ണൻ, പ്രശംസിക്കുകയാണ്. അതാണ് സ്ത്രീയെ പുകഴ്ത്തുമ്പോൾ അവൾക്ക് എന്തെങ്കിലും കോപമുണ്ടെങ്കിൽ അതില്ലാതായി മാറും എന്നാണ് കൃഷ്ണന്റെ ഒരു തത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കോപശീലേ എന്നാണ് കൃഷ്ണൻ ആദ്യം അഭിസംബോധന ചെയ്യുന്നത്. കാരണം രാധാറാണി ഇപ്പോഴും കോപിച്ചിരിക്കുകയാണ്. അങ്ങനെ കോപിച്ചിരിക്കുന്ന ഒരാളോട് കോപശീലേ എന്ന് വിളിക്കുമ്പോൾ ഒരു പക്ഷേ ആ കോപത്തിൻ്റെ സ്ഥാനത്ത് ഒരു ചെറു പുഞ്ചിരി വരാം. നമ്മൾ വല്ലാതെ കോപിച്ചിരിക്കുമ്പോൾ ഓ കോപശീലേ എന്ന് പറയുമ്പോൾ അറിയാതെ ഒരു ചിരി വരും. എന്നിട്ട് രാധാജിയെ പുകഴ്ത്തുകയാണ്. രാധയെ മനസ്സിലായേ, നിന്റെ ചുണ്ടുണ്ടല്ലോ ചെമ്പരത്തി പൂ പോലെ ചുമന്നങ്ങനെ ശോഭിക്കുകയാണ് രാധേ. പറയുകയാണ് നിന്റെ കവിൾത്തടവില്ലേ, ഷു ഇരിപ്പപ്പൂവിൻ്റെ ഭംഗിയാണ്, ഇരിപ്പപ്പൂവിൻ്റെ ഭംഗിയാണ് നിന്റെ കവിൾത്തടത്തിന്. നിന്റെ കണ്ണുകൾ പറയാതിരിക്കുന്നതാണ് നല്ലത്. നീല താമരയുണ്ടല്ലോ അതിമനോഹരമാണ്, അതിൻ്റെ ഇതളിനെ അതിശയിച്ചു പോകും. നീല താമര നിന്റെ കണ്ണുകൾ കണ്ടാൽ ലജ്ജിച്ച് തലതാഴ്ത്തി പോകും. പിന്നെ നിന്റെ മൂക്കാകട്ടെ എള്ളിൻ പൂ പോലെയുള്ളതാണ്. എന്തു മനോഹരമാണ് രാധേ നിന്റെ നാസിക എന്ന് പറയുന്നത്. നിന്റെ പല്ലുകൾ ഒയ്യോ എന്തൊരു വെളുപ്പാണിത്. മുല്ലമൊട്ട് പോലും ലജ്ജിച്ചു പോകും. കാരണം അത്രയും ശോഭ, അത്രയും ചന്തം മുല്ലമൊട്ടുകൾക്ക് പോലുമില്ല. എന്നിട്ട് കൃഷ്ണൻ പറയുകയാണ് രാധേ, നിനക്കറിയാമോ കാമദേവൻ ഉണ്ടല്ലോ, കാമദേവന്റെ 5 അമ്പുകൾ എന്ന് പറയുന്നത്, കാമദേവന്റെ 5 അമ്പുകൾ അവൻ നിർമ്മിച്ചതുണ്ടല്ലോ നിന്റെ ശോഭ തരുന്ന പൂക്കളിൽ നിന്ന് കടം വാങ്ങിയാണ്. അതായത് രാധയെ നിന്റെ മുഖത്തിൻ്റെ ശോഭയുണ്ടല്ലോ അത് കടം വാങ്ങിക്കൊണ്ടാണ് കാമദേവൻ 5 അമ്പുകൾ നിർമ്മിച്ചിരിക്കുന്നത്. കാരണം നിന്റെ ചുണ്ട് ചെമ്പരത്തിപ്പൂ പോലെ ശോഭിക്കുകയാണ് അല്ലേ. അതേ കണക്ക് നിന്റെ കവിൾത്തടം ഇരിപ്പപ്പൂവാണ്. അപ്പൊ നിന്റെ ചുണ്ട് ചെമ്പരത്തിപ്പൂ പോലെ ശോഭിക്കുന്നു. കാമദേവൻ ആ ചെമ്പരത്തിപ്പൂ നിന്നിൽ നിന്ന് കടം വാങ്ങി. നിന്റെ കവിള് ഇരിപ്പപ്പൂ പോലെ ശോഭിക്കുന്നു. കാമദേവൻ ഇരിപ്പപ്പൂ നിന്നിൽ നിന്ന് കടം വാങ്ങി. നിന്റെ കവിള്, നിന്റെ കണ്ണുകൾ നീലത്താമര പോലെ ശോഭിക്കുന്നു. അപ്പൊ നിന്നിൽ നിന്ന് ആ നീലത്താമര കാമദേവൻ കടം വാങ്ങി. നിന്റെ മൂക്ക് എള്ളിൻ പൂ പോലെ, അപ്പൊ കാമദേവൻ നിന്നിൽ നിന്ന് എള്ളിൻ പൂ കടം വാങ്ങി. നിന്റെ പല്ല് മുല്ലമൊട്ട് പോലെ, അപ്പൊ കാമദേവൻ എന്ത് ചെയ്തു? നിന്നിൽ നിന്ന് ആ മുല്ലമൊട്ട് കടം വാങ്ങി. എന്നിട്ട് നിന്നിൽ നിന്ന് കടം വാങ്ങിയ പൂക്കൾ കൊണ്ട് കാമദേവൻ ഏത് നിർമ്മിച്ചു? തൻ്റെ 5 അമ്പുകൾ നിർമ്മിച്ചു. അങ്ങനെ ഈ ലോകം മുഴുവനും ആര് കീഴടക്കി? കാമദേവൻ കീഴടക്കി. അങ്ങനെ ലോകം മുഴുവനും കീഴടക്കിയതിന് ശേഷം
കാമദേവൻ ആ പൂക്കൾ നിനക്ക് തിരിച്ചു തന്നു. അപ്പം നിന്റെ ശോഭയങ്ങ് ഇരട്ടിയായി. അതായത് കാമദേവൻ നിന്നിൽ നിന്ന് പൂക്കൾ കടം വാങ്ങിയപ്പോൾ നിന്റെ മുഖം ഒരല്പം മങ്ങിപ്പോയി. അതായത് നീ അതുകൊണ്ടാണ് കോപിഷ്ഠയായി പോയത്. ഇപ്പം കാമദേവൻ ആ പൂക്കൾ തിരിച്ചു തന്നു. അപ്പം നിനക്ക് വീണ്ടും പഴയ ശോഭ കിട്ടി. നിന്റെ കോപം അല്പാൽപ്പം അതുകൊണ്ട് കുറഞ്ഞു വരുന്നു. കാമദേവന്റെ 5 അമ്പുകളുടെ പ്രത്യേകതകൾ എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ? അതുമായി ജയദേവ കവി ഇവിടെ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. കാമദേവന്റെ 5 അമ്പുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് രാധാറാണിയുടെ ചുണ്ട് ചെമ്പരത്തിപ്പൂ പോലെ ചുവന്നതാണ്. ആ പൂവെടുത്തിട്ടാണ് കാമദേവൻ ആകർഷണ അസ്ത്രം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ കാമദേവന്റെ ആകർഷണ അസ്ത്രം രാധാറാണിയുടെ ചുണ്ടിൽ ശോഭിക്കുന്ന ചെമ്പരത്തിപ്പൂവാണ് എന്ന് പറഞ്ഞാൽ രാധാറാണിയുടെ ചുണ്ടുകൾ ഈ പ്രപഞ്ചത്തിൽ ആരെയും ആകർഷിക്കുന്നതാണ്. പിന്നെ രണ്ടാമത്തെ കാമദേവന്റെ അമ്പ്, കാമദേവൻ 5 അമ്പാ ഉള്ളത്. രണ്ടാമത്തെ അമ്പെന്ന് പറയുന്നത് രാധാറാണിയുടെ മുഖത്ത് നിന്നെടുത്ത പൂ കൊണ്ടാണ്. രാധാറാണിയുടെ മുഖം ഇരിപ്പപ്പൂവിൻ്റെ ശോഭയാണ്. ആ ഇരിപ്പപ്പൂ രാധാജിയിൽ നിന്ന് കടം വാങ്ങിയാണ്. കാമദേവന്റെ രണ്ടാമത്തെ അമ്പിന്റെ പേരറിയാമോ നിങ്ങൾക്ക്? വശീകരണ ബാണം എന്ന് പറഞ്ഞാൽ രാധയെ നിന്റെ കവിളുകൾ ആരെയും വശീകരിക്കുന്നതാണ്, ആരെയും പിടിച്ചടുപ്പിക്കുന്നതാണ്. അതുകൊണ്ടല്ലേ കൃഷ്ണനായ ഞാൻ പോലും നിന്റെ വശീകരണത്തിൽപ്പെട്ട് ഇങ്ങനെ നിന്റെ മുന്നിൽ മുട്ടുകുത്തുന്നത്. ഇനി രാധാജിയുടെ കണ്ണുകൾ നീലത്താമരയെ അതിശയിപ്പിക്കുന്നതാണ്. അപ്പൊ കാമദേവൻ രാധാജിയുടെ കയ്യിൽ നിന്ന് നീലത്താമര കടം വാങ്ങി. എന്നിട്ട് ആ പൂക്കൾ കൊണ്ട് 3ാമത്തെ ബാണം നിർമ്മിച്ചു. കാമദേവന്റെ 3ാമത്തെ ബാണത്തിന്റെ പേരറിയാമോ? ഉന്മാദന ബാണം. മനസ്സിലായില്ലേ? ആരിലും ഉന്മാദമുണ്ടാക്കുന്നതാണ്. നിന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഉന്മാദമുണ്ടാകും രാധേ. പിന്നെയോ രാധാറാണിയുടെ മൂക്ക് എള്ളിൻപൂ പോലെയാണ്. അത് കണ്ടിട്ട് കാമദേവൻ നിന്റെ അടുക്കൽ വന്ന എള്ളിൻപൂ കടം വാങ്ങിച്ചു. എന്നിട്ട് കാമദേവൻ തൻ്റെ 4ാമത്തെ അസ്ത്രം നിർമ്മിച്ചു. കാമദേവന്റെ 4ാമത്തെ അസ്ത്രത്തിന്റെ പേരറിയാമോ? ദ്രവണബാണം. അതായത് ആരുടെയും ഹൃദയത്തെ ഉരുക്കുന്നത്. അപ്പോൾ രാധാറാണിയുടെ മൂക്ക് കണ്ടാൽ ഏത് കഠിന ഹൃദയന്റെയും ആ ഹൃദയം അലിഞ്ഞു പോകും. അത്രയ്ക്ക് ഭംഗിയാണ്. പിന്നെ രാധാറാണിയുടെ പല്ലുകളില്ലേ, മുല്ലപ്പൂ മുട്ടുപോലെയാണ് ശോഭിക്കുന്നത്. അപ്പൊ കാമദേവൻ രാധാജിയുടെ കയ്യിൽ നിന്ന് ആ മുല്ലപ്പൂക്കൾ കടം വാങ്ങിയിട്ട് തൻ്റെ 5ാമത്തെ ബാണം നിർമ്മിച്ചു. കാമദേവന്റെ 5ാമത്തെ ബാണം അറിഞ്ഞൂടെ? ശോഷണ ബാണം. അതായത് ഒരാളുടെ കരുത്തിനെ ഇല്ലാതാക്കുന്നത്. രാധാജിയുടെ പല്ലുകൾ കണ്ടാൽ രാധയെ ഏത് പുരുഷന്റെയും കരുത്ത് ചോർന്ന് അവൻ നിന്റെ മുന്നിൽ മുട്ടുകുത്തും. അതുകൊണ്ടല്ലേ കൃഷ്ണൻ നിന്റെ മുന്നിൽ ഇങ്ങനെ മുട്ടുകുത്തിയിരിക്കുന്നത്. അപ്പൊ കാമദേവന്റെ 5 അമ്പുകളും രാധാജിയുടെ സൗന്ദര്യത്താൽ ഉണ്ടായതാണെന്നാണ് ഇവിടെ പറയുന്നത്. അന്ന് ആകർഷണാസ്ത്രം അല്ലേ, അത് ചെമ്പരത്തി പൂ കൊണ്ട്. 2 വശീകരണ ബാണം, അത് രാധാജിയുടെ മുഖത്തെ ഇരിപ്പപ്പൂ കൊണ്ട്. 3ാമത്തതെന്ന് പറയുന്നത് ഉന്മാദന ബാണം. അതേതാണ്? രാധാജിയുടെ കണ്ണുകളിലെ നീലത്താമര പോലെയുള്ള ഭംഗിയുള്ള കണ്ണുകളിലെ പൂക്കൾ കൊണ്ട്. 4ാമത്തത് ദ്രവണബാണം, അത് രാധാജിയുടെ മൂക്കിന്റെ ഭംഗി കൊണ്ട് നിർമ്മിച്ചു. 5ാമത്തത് ആരാണ്? ശോഷണബാണം, അത് രാധാജിയുടെ ആ പല്ലുകളുടെ ഭംഗി കൊണ്ട് അങ്ങനെ നിർമ്മിച്ചു. അങ്ങനെ രാധാറാണിയുടെ സഹായത്തോടാണ് കാമദേവൻ പോലും ഈ ലോകത്തെ കീഴടക്കിയിരിക്കുന്നത്. അപ്പൊ എല്ലാവരെയും കീഴടക്കുന്ന കാമദേവനെ നീ കീഴടക്കിയിരിക്കുന്നു. നിന്റെ ശക്തിയിലാണ് കാമദേവൻ നിൽക്കുന്നത്. രാധേ, നിന്റെ മുന്നിൽ ആരും മുട്ടുകുത്തിപ്പോകും. ദൃശൗ തവ മദാലസേ വദനമിന്ദുമത്യന്വിതം ഗദർജനമനോരമാ വിചിതരംഭമൂരുദ്വയം രതിസ്തവ കലാവതി രുചിരചിത്രലേഖേ
ഭ്രുവാവഹോ വിഭുതയൗവനം വഹസി തന്വീ പ്രദ്വീഗതാ. ഇനി നമുക്ക് അടുത്ത വരിയിലേക്ക് വരാം. എന്താണ് അടുത്ത ശ്ലോകം? ദൃശൗ തവ മദാലസേ വദനമിന്ദുമത്യന്നിദം ഗതിസ്തവ മനോരമ വിജിത രംഭമുരുദ്വയം രതിസ്തവ കലാവതി രുചിരചിത്രലേഖേ ധ്രുവാവഹോ വിഭുത യൗവനം വഹസി തന്നി പ്രതി ഗത. ദൃശൗ രണ്ട് കണ്ണുകൾ, അർത്ഥം എഴുതിക്കോ. ദൃശൗ രണ്ട് കണ്ണുകൾ, തവ നിന്റെ, മദാലസ അലസങ്ങളാണ്, അലസങ്ങളാണ്, വദനം മുഖം, ഇന്ദു പൂർണ്ണചന്ദ്രൻ അല്ലെങ്കിൽ പൗർണമി, പൂർണ്ണചന്ദ്രൻ പൗർണമി, മത്യന്നിതം എന്ന് പറഞ്ഞാൽ തുല്യമാണ്, തുല്യമാണ്, മനോരമ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നത്, ഗതി നടത്തം, വിജിതം ജയിക്കുന്നതാണ്, ഊരു തുട ദ്വയം രണ്ട്, അപ്പോൾ ഊരു ദ്വയം രണ്ട് തുടകളും, രതിസ്തവ എന്ന് പറഞ്ഞാൽ രതിലീലകൾ അല്ലെങ്കിൽ കാമലീല, കലാവതി കലാപരമാണ്, രുചിര ചിത്രലേഖ. കലാവതി ഒരു ദേവതയും പേരാണ്, ദേവതയുടെയും പേരാണ്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പം പറയാം. രുചിര ചിത്രലേഖ മനോഹരമായ ചിത്രത്തിലെ വരകളാണ്, വരകളാണ്. ധ്രുവ പുരികക്കൊടികള്, വിപുത യൗവനം അർത്ഥം ദേവസ്ത്രീകളുടെ യൗവനം, വഹസി വഹിക്കുന്നു, തന്നി സുന്ദരി, പ്രതീഗത ഭൂമിയിൽ വന്നു പിറന്നവളെങ്കിലും, പ്രതീഗത ഭൂമിയിൽ വന്നു പിറന്നവളെങ്കിലും. കൃഷ്ണൻ വീണ്ടും രാധാജിയുടെ ഓരോ അവയവത്തെ വർണ്ണിക്കുകയാണ്. അല്ലയോ സുന്ദരി, നിന്റെ കണ്ണുകള് അഹങ്കാരം കൊണ്ടങ്ങനെ അലസങ്ങളാണ്, നിന്റെ മുഖം പൗർണമിക്ക് തുല്യമാണ്, നിന്റെ നടത്തം ആരുടെ മനസ്സിനെയും സന്തോഷിപ്പിക്കുന്നതാണ്, നിന്റെ രണ്ട് തുടകള് വാഴത്തടികളെ അതിശയിപ്പിക്കുന്നതാണ്, കാമലീലകള് കലാപരമാണ്, പുരികക്കൊടികൾ മനോഹരമായ ചിത്രരേഖകളുള്ളവയാണ്. നീ ഭൂമിയിൽ വന്ന് പിറന്നവളെങ്കിലും അപ്സരസ്സുകളുടെ സൗന്ദര്യമുള്ളവളാണ് രാധേ, ഇത് ആശ്ചര്യകരമായിരിക്കുന്നു. ഇവിടെ കൃഷ്ണൻ പറയുകയാണ്, ദേവലോകത്തെ ഓരോ സ്ത്രീകളും രാധാജിയുടെ ഓരോ അവയവത്തിൽ വസിക്കുന്നു. അതായത് കൃഷ്ണൻ പറയുന്നു, സുന്ദരിയായ രാധേ, നീ ജനിച്ചത് ഭൂമി എന്ന ഗ്രഹത്തിലാണ്, പക്ഷേ ദേവസ്ത്രീകളെയും വെല്ലുന്ന സൗന്ദര്യം നിന്നിലാണ് വസിക്കുന്നത്. ഓരോ ദേവസ്ത്രീകളും നിന്റെ ഓരോ ശരീരഭാഗങ്ങളിൽ വന്ന് വസിക്കുകയാണ്. അതുകൊണ്ട് നീ ഭൂമിയിൽ പിറന്നവളെങ്കിലും ദേവലോകത്തെ അപ്സരസ്സുകളെ വെല്ലുന്ന മനോഹാരിത ഉള്ളവളാണ് രാധേ. രാധേ, നിന്റെ കണ്ണുകളില്ലേ, ആ കണ്ണുകള് അല്പം അഹങ്കാരം കൊണ്ട് അലസങ്ങളാണ്. അഹങ്കാരത്തിന്റെ കാരണം എന്താണെന്നറിയാമോ? നിന്റെ കാമുകൻ നിന്റെ മുന്നിൽ വന്നിങ്ങനെ മുട്ടുകുത്തി നിന്റെ സ്നേഹത്തിനു വേണ്ടി യാചിക്കുന്നു. നിന്റെ കാമുകനായ കൃഷ്ണൻ നിന്റെ മുന്നിൽ മുട്ടുകുത്തി നിന്റെ പ്രണയത്തിന് വേണ്ടി യാചിക്കുന്നത് നിന്റെ കണ്ണുകൾ കണ്ടിട്ട് ആ കണ്ണുകൾ അല്പം അഹങ്കാരം കൊണ്ട് അലസമായി മാറിയിരിക്കുന്നു. എൻ്റെ പ്രിയതമേ, ഇത് നിന്നെ കൂടുതൽ സന്തോഷവതിയാക്കി. കണ്ടോ, കൃഷ്ണൻ മനഃപൂർവ്വം വിളിക്കുകയാണ്, പ്രിയതമേ, നീ എനിക്ക് കാമുകയല്ല, നീ എനിക്ക് ഭാര്യ തന്നെയാണ്. എൻ്റെ പ്രിയതമേ, നിന്റെ കാമുകൻ മുട്ടുകുത്തി നിൽക്കുന്നത് നിന്നെ കൂടുതൽ സന്തോഷവതിയാക്കി തീർത്തിരിക്കുന്നു. ഇപ്പോൾ നിന്നെ കണ്ടാൽ അപ്സരസ്സുകളെക്കാൾ മദാലസയാണ് നീ. ആ ഭാവമാണ് നിനക്ക്. നിനക്ക് സന്തോഷമായില്ലേ? അങ്ങനെയാണെങ്കിൽ എത്ര നേരം വേണമെങ്കിലും ഈ കൃഷ്ണൻ നിന്റെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കാം.
തരാം. പിന്നെ നിന്റെ മുഖമുണ്ടല്ലോ പൗർണമി പോലെ ശോഭിക്കുകയാണ്. ചന്ദ്രന്റെ പത്നിയായ ഇന്ദുമതി നിന്റെ മുഖത്ത് വസിക്കുന്നുണ്ട്, എനിക്ക് ഉറപ്പാണ്. ചന്ദ്രന്റെ പത്നിയായ ഇന്ദുമതി നിന്റെ മുഖത്ത് വസിക്കുന്നത് കൊണ്ടാണ് ഇത്രയും ശോഭ. ചന്ദ്രന്റെ കിരണങ്ങൾ എത്രമാത്രം പ്രിയപ്പെട്ടതാണോ അതുപോലെ എനിക്ക് നിന്റെ മുഖശോഭ അത്രമാത്രം പ്രിയപ്പെട്ടതാണ്. രാധേ, നിനക്കറിയാമോ, നിന്റെ മുഖം കാണുമ്പോൾ ചന്ദ്രൻ അസൂയയാണ്. അതിനെ വിവരിക്കാനുള്ള ആ വാക്കുകൾ പോലും കിട്ടാതെ ചന്ദ്രൻ അലയുകയാണ്. ചന്ദ്രന്റെ ഭാര്യയായ ഇന്ദുമതിയുടെ ശോഭ നിന്റെ മുഖത്തിന്റെ മുന്നിൽ ഒന്നുമല്ല രാധേ. എന്നിട്ട് കൃഷ്ണൻ പതുക്കെ കടക്കണ്ണിട്ട് രാധയൊന്ന് നോക്കും, വല്ല വ്യത്യാസവും ഉണ്ടോ എന്ന് നോക്കും. എവിടെ? അവിടെ ഇങ്ങനെ കലി തുള്ളി രാധാജി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ കൃഷ്ണൻ വീണ്ടും തുടങ്ങി, രാധയെ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കണേ, 14 ലോകങ്ങളും തൻ്റെ ഉള്ളം കയ്യിൽ ഒതുക്കുന്ന നാരായണൻ, നിങ്ങളെല്ലാം പോയി മുട്ടുകുത്തുന്ന നാരായണൻ ദാ ഇവിടെ മുട്ടുകുത്തി നിന്നിട്ട് രാധയുടെ മുന്നിൽ നിന്ന് കോപം മാറ്റാൻ ഇത്രയും പുകഴ്ത്തണമെങ്കിൽ അത്രയ്ക്ക് സവിശേഷതയാണ് രാധാജിക്കുള്ളത്. ഇനി പറയുക, രാധയെ നിന്റെ നടത്തം, ആ നടത്തം ആര് കണ്ടാലും അവരുടെ മനസ്സങ്ങ് കുളിർത്തു പോകും. മനോരമ എന്ന ദേവത നിന്നിൽ വന്ന് വസിക്കുന്നത് കൊണ്ടാണ് ഇത്രയും ഭംഗിയായി നിനക്ക് നടക്കാൻ പറ്റുന്നത്. പിന്നെ രാധേ, നിന്റെ തുടകള് വാഴത്തടകളൊക്കെ മാറി നിൽക്കും. സാധാരണ തുടകളെ വർണ്ണിക്കുമ്പോൾ ഏറ്റവും ഭംഗിയുള്ള തുടകളെ വാഴത്തടികളോടുകൂടിയാണ് ഉപമിക്കുന്നത്. കാരണം അത്രയ്ക്ക് മാർദ്ദവമേറിയതാണ്. വാഴത്തട മാർദ്ദവമുള്ളതാണ്. അങ്ങനെ മാർദ്ദവമേറി സുന്ദരമായതാണ് രാധാജിയുടെ തുടകള്. അപ്പൊ പറയുകയാണ് കൃഷ്ണൻ, രാധേ, നിന്റെ തുടകളാകട്ടെ വാഴത്തടകളെ ജയിക്കുന്ന ഭംഗിയാണ്. എനിക്ക് ഉറപ്പാ രാധേ, നിന്റെ തുടയിൽ രംഭ വസിക്കുന്നുണ്ട്. നിന്റെ തുടയിൽ രംഭ എന്ന അപ്സര സ്ത്രീ വന്ന് വസിക്കുന്നത് കൊണ്ട് നിന്റെ തുട ഇത്ര മനോഹരമായി മാറി. പിന്നെ നിന്റെ ചലനങ്ങള്, നിന്റെ നടത്തം, എന്തൊരു വശീകരണ ഭാവമാണ്. നിന്റെ ഓരോ ചലനത്തിലും ഈ പ്രപഞ്ചത്തിലെ സകല വശീകരണ ഭാവങ്ങളുമുണ്ട്. പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട വശീകരണ ഭാവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഹാവ, ഭാവ, വിലാസ, കിലകിഞ്ചിത, ഇതാണ് നാട്യശാസ്ത്രകാരൻ പറയുന്നത്. അപ്പോൾ രാധയുടെ സഞ്ചാരത്തില് ഭാവ, ഭാവ, വിലാസ, കിലകിഞ്ചിത തുടങ്ങി സകല ഭാവങ്ങളുമുണ്ട്. കാമകലയിൽ നിന്നെ ജയിക്കാൻ ആരാണ് ഉള്ളത്? എനിക്ക് ഉറപ്പാണ്, കലാവതി എന്ന ദേവത നിന്നിൽ വസിക്കുന്നു. കലാവതി എന്ന ദേവത നിന്നിൽ വന്ന് വസിക്കുന്നത് കൊണ്ടാണ് ഇത്രയും അഴക് നിനക്ക് എന്ത് ചെയ്തത് വന്നത്. പിന്നെ അപ്സരസ്സുകളുടെ സൗന്ദര്യം മുഴുവനും, അതുകൊണ്ട് എനിക്കൊരു ഉറപ്പാണ്, നിന്റെ പുരികക്കൊടികള് ചിത്രലേഖയെ വെല്ലുന്നതാണ്. എന്തൊരു മനോഹാരിതയാണ് രാധേ. ഞാനൊരു കാര്യം തീർത്തു പറയുന്നു, ദേവസ്ത്രീകളുടെ അപ്സരസ്സുകളുടെ സൗന്ദര്യം മുഴുവനും അങ്ങ് ആവാഹിച്ചിട്ട് അവരെ വെല്ലുന്ന സൗന്ദര്യത്തോടെ ഈ ഭൂമിയിൽ വന്ന് പിറന്നവളാണ് നീ. നിന്റെ മുന്നിൽ അപ്സര സ്ത്രീകളൊന്നുമല്ല. നീ ഭൂമിയിൽ പിറന്നതോടുകൂടി അപ്സര സ്ത്രീകളെല്ലാം അവരുടെ ചന്തം, അവരുടെ സൗന്ദര്യത്തിലെ അഹങ്കാരം നശിച്ചു. രാധേ, നീ സകല ദേവസ്ത്രീകളുടെയും സൗന്ദര്യം എല്ലാം ആവാഹിച്ച് ഒന്നിച്ചു ചേർത്ത് എല്ലാ ദേവസ്ത്രീകളെയും വെല്ലുന്ന സൗന്ദര്യത്തോടെ ഭൂമിയിൽ വന്ന് പിറന്നവളാണ്. അതുകൊണ്ട് തന്നെ നിന്റെ സൗന്ദര്യം ദിവ്യമാണ്. അതുകൊണ്ടാണ് കൃഷ്ണൻ നിന്റെ മുന്നിൽ കുത്തി നിൽക്കുകയാണ്, യാചിക്കുകയാണ്, പ്രണയത്തിനായി യാചിക്കുകയാണ്. പ്രണയിക്കൂ രാധേ, നിന്റെ മുന്നിൽ മുട്ടുകുത്തിയ കൃഷ്ണനെ കൈവിടല്ലേ, നിന്റെ മുന്നിൽ മുട്ടുകുത്തിയ കൃഷ്ണനെ കൈവിടില്ലേ. പ്രണയിക്കൂ രാധേ.
ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.